ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ അബ്ദുർ റഊഫ് നദ്വിയുടെ ഏറ്റവും അടുത്ത അനുയായി അബ്ദുർ റഊഫ് നദ്വിയുടെ എല്ലാ ശിർക്കിൻ്റെ ആളുകളെയും അഹ്ലുൽ കിബിലയാക്കുന്ന സംഘടനക്കാരും അനുയായികളും അറിയുക. ആരാണ് അഹ്ലുൽ കിബില? വ്യക്തവും പ്രമാണബദ്ധവുമായ വിശദീകരണമെന്ന തലക്കെട്ടിലുള്ള വീഡിയോ ഒരു സഹോദരൻ വഴി എനിക്ക് വാട്സാപ്പിൽ എനിക്ക് ലഭിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. ഈ വീഡിയോയിൽ സഹോദരൻ അബ്ദുർ റഊഫ് നദ്വി, ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ല അടക്കമുള്ള പണ്ഡിതന്മാരുടെ ഫത്വകൾ വായിച്ചിട്ട് ഷിർക്ക് ചെയ്യുന്നവരുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല, അവരറുത്തത് കഴിക്കാൻ പാടില്ല എന്ന പൊതുവായി പറഞ്ഞ ഫത്വകൾ അദ്ദേഹം വായിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊതുവായി പറയുമ്പോൾ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പറയും. കാരണം അങ്ങനെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. പൊതുവായി പറയുമ്പോൾ ഷിർക്ക് ചെയ്യുന്ന ഒരു മുസ്ലിം അവൻ മുശ്രിക്കായി, അവൻ കാഫിറാണ്. സ്വാഭാവികമായിട്ടും അവൻ അറുത്തത് തിന്നാൻ പാടില്ല, അവൻ്റെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല. എന്നാൽ പ്രത്യേകമായി ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ നിലപാട് അങ്ങനെയല്ല. ബാറക്കല്ലാഹു ഫീക്കും. അതാണ് വ്യക്തമാക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഈ അനുയായി, ഈ സഹോദരൻ അബ്ദുർ റഊഫ് നദ്വിയുടെ ഈ അടുത്ത അനുയായിയോട് ഞാൻ ഈ വിഷയത്തിൽ തന്നെ മുമ്പും പ്രബോധനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ സന്ദേശം ഈ വിഷയവുമായി അബ്ദുർ റഊഫ് നദ്വിയുടെ ഓരോ സന്ദേശം അയക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് മറുപടി നൽകാറുണ്ട് തെളിവുകളോടെ. പക്ഷെ അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് അയച്ചു തന്ന ഒരു മറുപടിക്കും പ്രതികരിക്കാതെ പുതിയ സന്ദേശങ്ങൾ അയക്കുന്നത് സത്യസന്ധമായ പ്രബോധന രീതിയല്ല. ഈ വീഡിയോയിലും പതിവ് പോലെ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലയെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രീതിയിൽ വിഷയത്തിൻ്റെ പൂർണ്ണത വ്യക്തമാക്കുന്നില്ല. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ലയുടെ വിഷയത്തിൻ്റെ പൂർണ്ണത വ്യക്തമാക്കുന്ന ഫത്വ അയച്ചു കൊടുത്തു. ആ ഫത്വയിലെ ചോദ്യം ഇങ്ങനെയാണ്: ആദരണീയനായ ഷെയ്ഖെ, ഈ ചോദ്യകർത്താവ് പറയുന്നു, മരണപ്പെട്ടവരോട് ശുപാർശ ചെയ്യുന്ന വിഷയത്തിൽ വഴിതെറ്റിപ്പോയവനും സംശയത്താൽ സ്വാലിഹീങ്ങളെ ആരാധിച്ചവനും അവന് മയ്യത്ത് നിസ്കരിക്കാമോ? ഇതാണ് ചോദ്യം. അപ്പോൾ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ല മറുപടി പറഞ്ഞു, സന്ദേശം നൽകപ്പെട്ടതിന് ശേഷവും, അഥവാ പ്രബോധനം ചെയ്തതിന് ശേഷവും, അദ്ദേഹത്തിന് തൗഹീദും ഷിർക്കും വ്യക്തമാക്കി കൊടുത്തതിന് ശേഷവും, അതിൽ നിന്ന് വിലക്കപ്പെട്ടതിന് ശേഷവും, അതായത് അദ്ദേഹത്തോട് ഇത് ചെയ്യരുത് സഹോദര, ഇത് ഷിർക്കാണ് എന്ന് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷവും അവൻ അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവൻ്റെ മേൽ നിസ്കാരം നിർവഹിക്കപ്പെടുന്നതല്ല. അപ്പോൾ സത്യം വ്യക്തമാക്കി കൊടുത്തു, എന്നിട്ടും ആ സത്യം അംഗീകരിക്കാത്ത വ്യക്തി ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ നിസ്കാരം നിർവഹിക്കപ്പെടുന്നതല്ല. എന്നിട്ട് ഷെയ്ഖ് ഹഫിദഹുല്ല വ്യക്തമാക്കുന്നു, എന്നാൽ അദ്ദേഹത്തിന് കാര്യം എത്തിച്ചു കൊടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, അഥവാ അദ്ദേഹത്തിന് ആരും ഈ സത്യം പറഞ്ഞു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത് വ്യക്തമാക്കി കൊടുത്തിട്ടില്ല, അപ്പോൾ അവന് വേണ്ടി നിസ്കരിക്കണം. അതെ, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്നു. എന്നാൽ പക്ഷേ അജ്ഞത കാരണം അദ്ദേഹം ഈ ഷിർക്കിൽ വീണുപോയി. ഇതിൻ്റെ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തിട്ടില്ല. അതെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അദ്ദേഹത്തിന് ദഅവത്ത് എത്തിയിട്ടില്ലെങ്കിൽ അത്
വ്യക്തമായി വിശദീകരിച്ച് കൊടുക്കപ്പെട്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, എന്നിട്ടാണ് അദ്ദേഹം ഷിർക്കിൽ വീണുപോയതെങ്കിൽ, അദ്ദേഹം ഷിർക്ക് ചെയ്തതെങ്കിൽ, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിസ്കരിക്കണം എന്നാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ള വ്യക്തമായിട്ട് പറയുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ഈ ഫത്വയുടെ ഷെയ്ഖ് ഫൗസാൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അവിടെ ലിങ്കുണ്ട്. ആ ലിങ്ക് തുറന്നാൽ നിങ്ങൾക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ കൂടെ ഞാൻ ഈ അടുത്ത അനുയായിക്ക് ഷെയ്ഖ് റബി റഹിമഹുല്ലയുടെ ഫത്വയും അയച്ചു കൊടുത്തു. അതിൽ ഷെയ്ഖ് റബി റഹിമഹുല്ലയോട് ചോദിക്കുകയാണ്, ബിദ്അത്തുകാരുടെ ഒരു മസ്ജിദിൽ നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഈ നാട്ടിൽ അഹ്ലുസുന്നത്തിൻ്റെ മസ്ജിദ് ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ നിസ്കരിക്കും? എൻ്റെ വീട്ടിൽ ഭാര്യയോടൊപ്പം നിസ്കരിക്കുന്നത് ശരിയാണോ? അപ്പോൾ ഷെയ്ഖ് റബി റഹിമഹുല്ല അതിന് ഉത്തരം നൽകി, ഇല്ല. ഒരു മസ്ജിദ് ഉണ്ടെങ്കിൽ അത് ബിദ്അത്തുകാരുടേതാണെങ്കിലും അതിൽ നിസ്കരിക്കുക. അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖവാരിജിൽ, അവർ ബിദ്അത്തുകാരാണല്ലോ, ഒരു വ്യക്തിയുടെ പിന്നിൽ നിസ്കരിച്ചു. ഇത് അൽ ബുഖാരി തെളിവായി ഉപയോഗിച്ചു. അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം. ജമാഅത്ത് ഒരു മഹത്തായ കാര്യമാണ്. അത് ഇതുപോലെയുള്ള ഒന്നിന് പകരം വെക്കാൻ പാടില്ല. എന്നിട്ട് ഷെയ്ഖ് റഹിമഹുല്ല വ്യക്തമാക്കുന്നു, ബിദ്അത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് അവരുടെ ബിദ്അത്ത് മറഞ്ഞിരിക്കുന്നവരുണ്ട്. അല്ലേ? ചില വ്യക്തികൾ നമുക്കറിയാം, അവർ ബിദ്അത്ത് ചെയ്യുന്നവരാണോ അല്ലേ എന്ന് നമുക്കറിയില്ല. അതിനാൽ അവൻ്റെ ബിദ്അത്ത് പ്രകടമായില്ലെങ്കിൽ അവൻ്റെ പിന്നിൽ നിസ്കരിക്കുക. എന്നിരുന്നാലും അവൻ്റെ ബിദ്അത്ത് നിങ്ങൾക്ക് വ്യക്തമാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ബിദ്അത്ത് പ്രകടമല്ലെങ്കിൽ അവൻ്റെ പിന്നിൽ നിസ്കരിക്കണം. ഇനി ബിദ്അത്ത് പ്രകടമല്ലെങ്കിലോ? ഷെയ്ഖ് പറയാണ്, ബിദ്അത്ത് വ്യക്തമല്ലെങ്കിലോ, അല്ല, ബിദ്അത്ത് വ്യക്തമാണെങ്കിലോ, അത് പ്രകടമാണെങ്കിലോ സത്യം വിശദീകരിക്കുകയും അവനോട് അവൻ്റെ ബിദ്അത്ത് വ്യക്തമാക്കുകയും ചെയ്യുക. ആ കർമ്മം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബിദ്അത്ത് പ്രകടമായാൽ അത് നമുക്ക് വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ബിദ്അത്ത് നമ്മൾ കാണുന്നുണ്ട്, ബിദ്അത്ത് ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പ്രബോധനം ചെയ്യണം. അദ്ദേഹത്തോട് സത്യം വിശദീകരിക്കുകയും അവൻ്റെ ബിദ്അത്ത് എന്താണെന്ന് അവന് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ പറയുന്നത്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, അവൻ്റെ ബിദ്അത്ത് സത്യനിഷേധത്തിൻ്റേതാണെങ്കിൽ, അവൻ അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, അവിശ്വാസത്തിൻ്റെ തെളിവ് അവൻ്റെ മേൽ സ്ഥാപിതമായതിന് ശേഷം അവൻ്റെ പിന്നിൽ നിസ്കരിക്കരുത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ ഒരു കർമ്മം നമ്മൾ ഓരോ വ്യക്തിയിലും ചെയ്യേണ്ടതുണ്ട്, അവൻ്റെ പിന്നിൽ നിസ്കരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ. ബാറക്കല്ലാഹു ഫീക്കും. അഥവാ അവൻ്റെ ബിദ്അത്ത് സത്യനിഷേധത്തിൻ്റേതാണെങ്കിൽ, അത് അവിശ്വാസത്തിൻ്റെ ബിദ്അത്താണെങ്കിൽ, കുഫ്റിലേക്ക് നയിക്കുന്ന ബിദ്അത്താണെങ്കിൽ, എന്നിട്ട് അവൻ അതിൽ ഉറച്ചു നിൽക്കുന്നതാണെങ്കിൽ, അപ്പോൾ നമ്മൾ തെളിവ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ മേൽ തെളിവ് സ്ഥാപിതമായി, അതിനുശേഷം അവൻ്റെ പിന്നിൽ നിസ്കരിക്കരുത്. ബാറക്കല്ലാഹു ഫീക്കും. അതായത് ഷെയ്ഖ് പറയാണ്, അവൻ അവിശ്വാസത്തിൻ്റെ ഒരു ബിദ്അത്ത് ചെയ്യുന്നു. എന്താണ് ഈ അവിശ്വാസത്തിൻ്റെ ബിദ്അത്ത്? അത് ഷെയ്ഖ് പറയുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നു. ഇത് പ്രകടമായിട്ട് നമ്മൾ അദ്ദേഹത്തിൽ കാണണം. അള്ളാഹു അല്ലാത്തവരെ അറുക്കുന്നു, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് മഴ തേടുന്നു, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ വളച്ചൊടിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഷെയ്ഖ് അവിശ്വാസത്തിൻ്റെ ബിദ്അത്തിലെ ചില ഉദാഹരണങ്ങളായി പറഞ്ഞത്. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ നമ്മൾ ഇതൊരു വ്യക്തിയിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വ്യക്തിക്ക് സത്യം പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം ചെയ്യുന്നത് ഷിർക്കാണ്, കുഫറാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിലാണ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന്
ഷെയ്ഖ് റബി റഹിമഹുല്ല ഇവിടെ പറയുന്നത്. ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ളയും മയ്യത്ത് നിസ്കാരത്തെക്കുറിച്ചും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് ഷെയ്ഖ് റബി റഹിമഹുല്ല പറയാണ്, അവൻ സത്യനിഷേധത്തിൻ്റെ ബിദ്അത്തുകൾ പ്രവർത്തിക്കുകയും നിങ്ങൾ അവനുമായി സംവാദം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ, അപ്പോൾ അദ്ദേഹവുമായി സംവാദം നടത്തണം. എങ്ങനെ സംവാദം നടത്തുക? വീണ്ടും അത് ഷെയ്ഖ് വ്യക്തമാക്കുന്നു. അള്ളാഹുവിൻ്റെ കലാമിൽ നിന്നും, അപ്പോൾ അള്ളാഹിൻ്റെ കലാം പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിൻ്റെ ദൂതൻ്റെ വാക്കുകളിൽ നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഹദീസുകൾ പറഞ്ഞു കൊടുക്കണം. സലഫുകളുടെ പ്രസ്താവനകളിൽ നിന്നും, അപ്പോൾ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിൻ്റെ ആസാറുകൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അയാൾക്ക് സത്യം വ്യക്തമാക്കി കൊടുത്തു. എന്നിട്ടും അവൻ അവൻ്റെ ബിദ്അത്തിൽ ഷാഢ്യക്കാരനാണെങ്കിൽ അവൻ്റെ പിന്നിൽ നിസ്കരിക്കരുത്. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് ഷെയ്ഖ് റഹിമഹുല്ല പറയാണ്, അവൻ്റെ ബിദ്അത്തുകൾ മറഞ്ഞിരിക്കുകയും, എന്നാൽ നമ്മൾ ഒരു വ്യക്തിയുടെ ബിദ്അത്തുകളൊന്നും കാണുന്നില്ല, ആ വ്യക്തിയുടെ ബിദ്അത്തുകളൊന്നും കാണുന്നില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ബിദ്അത്തുമല്ലെങ്കിൽ, ഓക്കെ, ബിദ്അത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകുന്ന ബിദ്അത്തുണ്ട്. നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അറുക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. അതേപോലെ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകാത്ത ബിദ്അത്ത് ഉണ്ട്. അപ്പോൾ ഷെയ്ഖ് പറയാണ്, അവൻ്റെ ബിദ്അത്തുകൾ മറഞ്ഞിരിക്കുക, അതായത് പ്രകടമല്ല, നമ്മൾ കണ്ടിട്ടില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ബിദ്അത്തുമല്ലെങ്കിൽ അവൻ്റെ പിന്നിൽ നിസ്കരിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. ഈ ഫത്വയും നിങ്ങൾക്ക് അതിൻ്റെ അറബി വാചകങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അവിടെ ലിങ്കുണ്ട്. അത് തുറന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അറബി വാചകങ്ങൾ വായിക്കാം. അപ്പോൾ ഈ 2 ഫത്വയും ഞാൻ അയച്ചു കൊടുത്തപ്പം സഹോദരൻ അബ്ദുർ റൌഫ് നദ്വിയുടെ അനുയായി ഫത്വയിലെ ഒരു ഭാഗം ഉദ്ധരിച്ചു. അതായത് ഈ ഭാഗം, അവൻ്റെ ബിദ്അത്തുകൾ മറഞ്ഞിരിക്കുകയോ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ബിദ്അത്തുമല്ലെങ്കിൽ അവൻ്റെ പിന്നിൽ നിസ്കരിക്കുക എന്ന ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, നമ്മുടെ നാട്ടിൽ ബിദ്അത്ത് പ്രകടമല്ലേ? അതും മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ബിദ്അത്തല്ലേ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, ഫത്വ ശരിക്കും വായിക്കുക. അവൻ്റെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടേതാണ്. അഥവാ ഒരു വ്യക്തിയുടെ ബിദ്അത്തിനെ കുറിച്ചാണ് ഫത്വയിൽ പറയുന്നത്. രണ്ടാമതായി, ബിദ്അത്ത് പ്രകടമായ വ്യക്തിയോട് പ്രബോധനം നിർവഹിക്കണം, പ്രബോധനം ചെയ്യണം. തെളിവുകളെല്ലാം കാണിച്ചു കൊടുത്തിട്ടും ഷടിച്ചാലാണ് പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയത്. എന്നിട്ട് ഞാൻ ഷെയ്ഖ് റബിയുടെ അതേ ഫത്വയുടെ ആ ഭാഗം അദ്ദേഹത്തിന് വീണ്ടും അയച്ചു കൊടുത്തു. ആ ഭാഗം ഇതാണ്: അവൻ്റെ ബിദ്അത്ത് നിങ്ങൾക്ക് വ്യക്തമാണെങ്കിൽ സത്യം വിശദീകരിക്കുകയും അവനോട് അവൻ്റെ ബിദ്അത്ത് വ്യക്തമാക്കുകയും ചെയ്യുക. അവൻ്റെ ബിദ്അത്ത് സത്യനിഷേധത്തിൻ്റെതാണെങ്കിൽ അവൻ അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവിശ്വാസത്തിൻ്റെ തെളിവ് അവൻ്റെ മേൽ സ്ഥാപിതമായതിന് ശേഷം അവൻ്റെ പിന്നിൽ നിസ്കരിക്കരുത്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാം ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലാതെ നാട്ടിൽ പ്രകടമായതല്ല. അപ്പോൾ അനുയായി എനിക്ക് മറുപടി അയച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഉഷാർ എന്ന് പ്രതികരിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു, അൽഹംദുലില്ലാ, സഹോദരൻ അബ്ദുർ റൌഫ് നദ്വിയെയും അറിയിക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അനുയായി പ്രതികരിച്ചു, സഹോദരൻ അബ്ദുർ റൌഫ് നദ്വിയോട് നിങ്ങൾക്ക് വാട്സാപ്പിൽ സംസാരിക്കാം, ചെലവൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അബ്ദുർ റൌഫ് നദ്വിയുടെ വാട്സാപ്പ് നമ്പർ ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം പ്രതികരിച്ചില്ല. എന്നാൽ അടുത്ത ദിവസം ഈ സഹോദരൻ അബ്ദുർ റൌഫ് നദ്വിയുടെ അടുത്ത അനുയായി വീണ്ടും അതേ വീഡിയോയുടെ ഒരു ഭാഗം അയച്ചു തന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, ഈ വീഡിയോക്ക് മറുപടി പറഞ്ഞല്ലോ, എൻ്റെ മറുപടി നിങ്ങൾ അംഗീകരിച്ചല്ലോ. അപ്പോൾ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള വീഡിയോകൾ ഫോർവേഡ് ചെയ്ത് സമൂഹത്തിൽ ഭിന്നതയും കുഴപ്പങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ പാടുണ്ടോ? നാളെ അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരില്ലേ? ബാറക്കല്ലാഹു ഫീക്കും. സഹോദരൻ അബ്ദുർ റൌഫ് നദ്വിയും അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയും
എൻ്റെ ഉപദേശം സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ഹഫിദക്കുമുല്ലാഹ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.